ഇനി ഡോക്ടർ കെ പി മോഹന് 10 മിനിറ്റ് കൂടി അവശേഷിക്കുന്നുണ്ട്. ജേക്കബ് വടക്കഞ്ചേരി ആകെ അനുവദിച്ചിട്ടുള്ള 35 മിനിറ്റും ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ 10 മിനിറ്റ് ഡോക്ടറുടെ പ്രസൻറ്റേഷന് ശേഷം, മറുപടിക്ക് ശേഷം ചോദ്യോത്തരങ്ങളാണ്. ഈ സെഷൻ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ചോദ്യോത്തരങ്ങൾ ഇവിടെ എഴുതി കിട്ടണം. അതിനുശേഷമുള്ള ചോദ്യങ്ങൾ സ്വീകരിക്കുന്നതല്ല. പ്രിയമുള്ളവരെ, എൻ്റെ സുഹൃത്ത് കുറച്ച് സത്യങ്ങളും കുറച്ച് അർദ്ധസത്യങ്ങളും കുറേയേറെ അസത്യങ്ങളും പ്രയോഗിച്ചുകൊണ്ട് ഇവിടെ നടത്തിയ രാഷ്ട്രീയ പ്രസംഗം നന്നായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന നാച്ചുറോപ്പതിയെ, അതിൻ്റെ ശാസ്ത്രീയതയെ അദ്ദേഹം തെളിയിക്കേണ്ടതായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം. ഇതിനെ ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയും. ശാസ്ത്രത്തിൻ്റെ മൗലികതയും ഫണ്ടമെൻ്റലിസം, റിപ്പീറ്റബിലിറ്റിയും, ആവർത്തിച്ച് തെളിയിക്കാവുന്നതും ആ യുക്തിപരതയും എല്ലാമാണ് ശാസ്ത്രത്തെ ശാസ്ത്രമാക്കുന്നത്. ആ ശാസ്ത്രം എന്ന വാക്ക് പോലും ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ശാസ്ത്രം എന്നത് സയൻസിൻ്റെ പൂർണ്ണ അർത്ഥത്തെ ധ്വനിപ്പിക്കുന്ന ഒരു ഭാഷാപദമല്ല. കാരണം ശാസിക്കപ്പെട്ടത് അത് ഭരിക്കുക, അധികാരം പ്രയോഗിക്കുക, ശിക്ഷിക്കുക എന്നെല്ലാമാണ് അതിൻ്റെ അർത്ഥം. മതശാസനകൾ, രാജശാസനകൾ, ആ സയൻസ് തന്നെ എന്ന പദം തന്നെ ഉപയോഗിക്കണം. അതുപോലെ തന്നെ അലോപ്പതി എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച തെറ്റായ പ്രയോഗമാണ്. ഇത് മെഡിക്കൽ സയൻസാണ്. ഹാനിമാൻ എന്ന അദ്ദേഹത്തിൻ്റെ മണ്ടത്തരം ആശയത്തിൽ തോന്നിയതുകൊണ്ട് അദ്ദേഹം ഹോമിയോപ്പതിക്ക് ഒരു പേരിടുകയും മറ്റ് ചികിത്സകൾക്ക് അതേഴ്സ് സഫറിങ് എന്നതിൻ്റെ പേരിലാണ് അദ്ദേഹം അലോപ്പതി എന്ന പേരിട്ടത്. അതവിടെ നിൽക്കട്ടെ. ശാസ്ത്രം എന്ന് അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുന്നത് വിശ്വാസവും സത്യവും തമ്മിലുള്ള ഒരു പോരാട്ടത്തിൻ്റെ ചരിത്രമാണ്. ഇവിടെ നമ്മൾ സത്യം എന്ന് പറയുമ്പോൾ അത് ശാസ്ത്രമാണ്. ശാസ്ത്രത്തിന് സമാന്തരങ്ങൾ സാധ്യമല്ല, അതിന് ആൾട്ടർനേറ്റ് സാധ്യമല്ല. ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നാൽ H2O ആവും. അത് ആര് ചെയ്താലും H2O ആവും. പക്ഷേ അവിടെയാണ് നമ്മുടെ ശാസ്ത്ര അവബോധമില്ലായ്മയും കീമോഫോബിയയും സമാന്തര കപട ചികിത്സകരുടെ പ്രധാന ആയുധങ്ങൾ. അവരുടെ ശാസ്ത്രത്തെ അവർ തെളിയിക്കുകയില്ല. ആ ബർഡൻ ഓഫ് പ്രൂഫ് വിശ്വാസികളും അത് തന്നെയാണ് ചെയ്യുന്നത്. ശാസ്ത്രത്തിനും സത്യത്തിനും ഒരു സാധ്യതയേ ഉള്ളൂ. വിശ്വാസത്തിനും കപട ചികിത്സകൾക്കും അനന്ത സാധ്യതകളുണ്ട്. നിങ്ങൾ ഉദാഹരണത്തിന് ഒരു ക്ലാസ് മുറി എടുക്കുക. 100 കുട്ടികളുള്ള ഒരു ക്ലാസ് മുറി എടുക്കുകയാണെങ്കിൽ 1 or 2 കുട്ടികൾ മാത്രം ബുദ്ധിയുള്ള കുട്ടികളുണ്ടാവും. അവർ മുന്നിലോ പിന്നിലോ ഇരിക്കട്ടെ. അധ്യാപകൻ ചോദ്യം ചോദിക്കുമ്പോൾ ബുദ്ധിയുള്ള കുട്ടികൾ 1 or 2 കുട്ടികൾ കൈപൊക്കി എണീറ്റ് ശരി ഉത്തരം പറയും. ബാക്കി 99 or 98 കുട്ടികൾ എന്തുത്തരം പറയും? മണ്ടനുത്തരം. എത്ര മണ്ടനുത്തരം പറയും? ഒരു മണ്ടനുത്തരമല്ല, 98 മണ്ടനുത്തരങ്ങൾ. ഇപ്പം മണ്ടന്മാർ എത്രയധികം ഉണ്ടോ അത്രയധികം മണ്ടൻ സാധ്യതകളുണ്ട്. അതാണ് വിശ്വാസത്തിനും കപട ചികിത്സകൾക്കുമുള്ള സാധ്യതകൾ. ആയിരക്കണക്കിന് ചികിത്സകൾ, കപട ചികിത്സകൾ ഇന്ന് നിലവിലുണ്ട്. കൂടാതെ നിങ്ങൾ ആധുനിക ശാസ്ത്രത്തിൻ്റെ ടൂളുകളായ ഫേസ്ബുക്കോ വാട്സാപ്പോ എല്ലാം എടുത്താൽ നിത്യേന നിങ്ങൾക്ക് പുതിയ കപട ചികിത്സകളെ കാണാൻ സാധിക്കും. ഇവിടെയാണ് കപടശാസ്ത്രങ്ങളുടെ ബാഹുല്യം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ മതങ്ങളും ദൈവങ്ങളും നമ്മുടെ നിലനിൽക്കുന്നത്. പ്രധാന മതങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇസ്ലാം മതമോ ക്രിസ്ത്യൻ മതമോ ഹിന്ദു മതമോ എല്ലാം എടുക്കുകയാണെങ്കിൽ ഹിന്ദുമതത്തിൽ തന്നെ 36,000 വിഭാഗങ്ങളും ഉപവിഭാഗങ്ങളുമുണ്ട്. ക്രിസ്ത്യാനിറ്റിയിൽ 27,000 വിഭാഗങ്ങളും ഉപവിഭാഗങ്ങളുമുണ്ട്. ഇസ്ലാം മതത്തിലുമുണ്ട് 24,000 വിഭാഗങ്ങൾ. ആത്യന്തികമായി പറയുകയാണെങ്കിൽ ഓരോ വ്യക്തിയുടെയും മനസ്സിൽ, അവൻ്റെ ആ കളിമൺ മസ്തിഷ്കത്തിലാണ് അവൻ വിശ്വാസങ്ങളും അവൻ്റെ കപടശാസ്ത്രങ്ങളും ഉടലെടുക്കുന്നത്. ഈ വിശ്വാസങ്ങൾ പ്രാകൃത ഗോത്ര മനുഷ്യൻ്റെ അതേ വിശ്വാസങ്ങളാണ് മുന്നോട്ട് പോരുന്നത്. നമുക്ക് ഇന്ന് തെളിയിക്കുന്ന, സംസാരിക്കുന്ന കണക്കുകൾ നമുക്ക് മുന്നിലുണ്ട്. പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞ് നമ്മൾ ആരും മറന്നു പോകാനിടയില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിരിക്കും, നിർമ്മല എന്ന യൂണിവേഴ്സിറ്റിയിലെ ഒരു PhD സ്റ്റുഡൻറ്റ്, 24-25 പ്രായമുള്ള PhD സ്റ്റുഡൻറ്റ്, അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആധുനിക വൈദ്യശാസ്ത്രം തെളിയിച്ചു, സർജറി നിർദ്ദേശിച്ചു. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലുള്ള പ്രകൃതി ജീവനം എന്ന കൂട്ടായ്മ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ക്യാൻസർ എന്നൊരു രോഗമില്ല, പ്രകൃതി ചികിത്സ ഒരു രോഗവുമില്ല, രോഗങ്ങളെ നിങ്ങൾ സ്വീകരിക്കൂ എന്നാണ് പറയുന്നത്. രോഗങ്ങൾ ശരീരത്തിലെ വിഷങ്ങളെ പുറന്തള്ളാനുള്ള ശരീരത്തിൻ്റെ ആ വിസർജന
അവയവമായിട്ടാണ് രോഗങ്ങൾ മാറുന്നത്. രോഗലക്ഷണങ്ങൾ തന്നെ ചികിത്സ എന്നാണ് അവരുടെ വിശ്വാസം. അത് വിശ്വാസമാണ്. അപ്പോൾ അവരുടെ ബ്രസ്റ്റ് ക്യാൻസറിന് അവർക്ക് പ്രകൃതി ചികിത്സയ്ക്ക് മണ്ണിൽ കുഴിച്ചിടുകയും മണ്ണ് കൊണ്ട് ശരീരമാസകലം പുരട്ടുകയും കുമ്പളങ്ങ ജ്യൂസ് മാത്രം കൊടുക്കുകയും ചെയ്ത് അവരെ ഇഞ്ചിഞ്ചായി പീഡിപ്പിച്ചു കൊല്ലുകയായിരുന്നു ഉണ്ടായത്. പിന്നീട് ബ്രസ്റ്റ് ക്യാൻസർ അത് ശരീരമാസകലം വ്യാപിക്കുകയും ബ്രസ്റ്റ് പൊട്ടി പുഴുക്കൾ വരികയും ചെയ്യുമ്പോൾ പേടിക്കേണ്ട, ഇത് ശരീരം നിങ്ങളെ ചികിത്സിക്കുകയാണ്. ശരീരത്തിലെ മാലിന്യങ്ങൾ പുറത്തു വരികയാണ്. മുഴകളെല്ലാം ശരീരത്തിലെ മാലിന്യങ്ങളും വിഷവസ്തുക്കളും പുറത്തേക്ക് വരികയാണ് എന്നത് ഇത്തരം തെറ്റിദ്ധാരണകളെ കീമോഫോബിയയും വിഷഫോബിയയും മോഡേൺ മെഡിസിനോടുള്ള ശാസ്ത്രീയ വിരുദ്ധതയും. പക്ഷേ ആ ശാസ്ത്രത്തിൻ്റെ എല്ലാ ടൂളുകളും എല്ലാ സൗകര്യങ്ങളും അവർക്ക് വേണം. ഇന്നുള്ള വിശ്വാസികളെല്ലാം ശാസ്ത്രത്തിൻ്റെ ഔദാര്യത്തിലാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം 1700 മുതൽ 1900 വരെ ഭൂമിയിലെ ജനസംഖ്യ ഏകദേശം 1 ബില്യൺ 100 കോടിയായിരുന്നു. 1900 ശേഷം 1950-60 അത് 3 കോടിയായി. 1960-കൾക്ക് ശേഷം, അതായത് ആധുനിക വൈദ്യശാസ്ത്രം ലോകത്തെമ്പാടും അതിൻ്റെ സ്വാധീനവും ശാസ്ത്രീയ ചികിത്സാ രീതികളും ശാസ്ത്രീയ ബോധവൽക്കരണവും സംവിധാനങ്ങളും വന്നതോടുകൂടി ഒറ്റയടിക്ക് കുത്തനെ ജനസംഖ്യ കൂടുകയാണ്. നമ്മളെല്ലാം ഇന്ന് ജീവിച്ചിരിക്കുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഔദാര്യത്തിലാണ്. നമുക്കറിയാം, കുറച്ച് മുമ്പ് കോവിഡ് മഹാമാരി വന്നു. ആധുനിക വൈദ്യശാസ്ത്രമില്ലെങ്കിൽ പ്രാർത്ഥിക്കുക, ഉപവാസം അനുഷ്ഠിക്കുക, കുമ്പളങ്ങ ജ്യൂസ് കഴിക്കുക, ചത്തുപോവുക. വസൂരി സ്പാനിഷ് ഫ്ലൂവിൻ്റെ സമയത്ത് യൂറോപ്യൻ ജനസംഖ്യ 4-1 കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. പിന്നീട് 200 വർഷങ്ങൾക്ക് ശേഷമാണ് യൂറോപ്യൻ ജനസംഖ്യ പഴയ ജനസംഖ്യയുടെ ആ അവസ്ഥയിലേക്ക് മാറിയത്. അതുപോലെ കോളറ പാൻഡമിക്, വസൂരി കോണ്ടമിക്, ബ്ലാക്ക് ഫീവർ കോണ്ടമിക്സ്, ഫ്ലാഗ് കോണ്ടമിക്സ്, ഇത് പാൻഡമിക്സ് എല്ലാം ഇത്തരം മഹാമാരികളെല്ലാം മനുഷ്യരുടെ ജീവൻ്റെ കൊയ്തെടുക്കുകയായിരുന്നു. വസൂരി, എൻ്റെ അച്ഛനെല്ലാം പറഞ്ഞ് കേട്ടിട്ടുണ്ട്, വസൂരി നാടൊട്ടൊക്കെ ചത്തൊടുങ്ങുമ്പോൾ വലിയ കുഴിയുണ്ടാക്കി വസൂരിയിൽ നിന്ന് അപൂർവം ചിലർ രക്ഷപ്പെട്ടാൽ പകുതി ചത്തവരെയും ചാവാത്തവരെയും എല്ലാം ഒന്നിച്ചൊരു കുഴിയിലിട്ട് മൂടി എല്ലാവരും കടന്നു കളയുകയാണ്. കുഷ്ഠരോഗികളാണെങ്കിൽ അവർ യാതൊരു രക്തബന്ധങ്ങളുമില്ലാതെ നാട് കടത്തുകയായിരുന്നു. ക്ഷയരോഗികൾ ചത്തൊടുങ്ങുകയായിരുന്നു. 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജനസംഖ്യ, ഇന്ത്യയിലെ ജനസംഖ്യ വെറും 24 വയസ്സാണ്. നമ്മുടെ ആയുർദൈർഘ്യം വെറും 24-25 വയസ്സാണ് ഉണ്ടായിരുന്നത്. 1950-60-കളിൽ നമ്മുടെ ശരാശരി ആയുസ് 35 വയസ്സ്, 40 വയസ്സിന് ശേഷമാണ്. ഇന്ന് ആ ആയുസ് കേരളത്തിലെ ലോക രാഷ്ട്രങ്ങളെല്ലാം എടുത്താൽ, പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങൾ, ഈവൻ അവികസിത രാജ്യങ്ങളിൽ പോലും നമ്മുടെ ആയുർദൈർഘ്യം 75-80, കേരളത്തിൽ 75-80, 85 ആയിട്ട് മാറി. ഇതെങ്ങനെ സാധിച്ചു? ഒരു ദൈവവും നമ്മുടെ ആയുസ് കൂട്ടി തന്നതല്ല. ഒരു ദൈവവും നമ്മുടെ മനുഷ്യരെ പുതുതായിട്ട് സൃഷ്ടിച്ചതല്ല. 3 ഇരട്ടിയാണ് നമ്മൾ 60 കൊല്ലം കൊണ്ട് ലോക ജനസംഖ്യ വർദ്ധിച്ചിട്ടുള്ളത്. ദൈവം ഉൽപ്പാദനം കൂട്ടിയതല്ല. ഇതെല്ലാം നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ നേട്ടത്താൽ മാത്രം സാധ്യമായിട്ടുള്ളതാണ്. ഇന്ന് ദേവീ കോപം, അതുപോലുള്ള വസൂരി, പോളിയോ, ഇതെല്ലാം ഇവിടെ നിൽക്കുന്നു. കാരണം ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിനും ശാസ്ത്രത്തിനും എതിരെ നിൽക്കുന്നത് കപട വിശ്വാസികളും കപടശാസ്ത്രത്തിൻ്റെ വക്താക്കളും മതത്തിൻ്റെ വക്താക്കളുമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് നിങ്ങൾ വായിച്ചു കാണും, ഒരു മുസ്ലിയാർ, ഒരു മതപുരോഹിതൻ 5-ാമത്തെയോ 6-ാമത്തെയോ സ്വന്തം ഭാര്യയുടെ 5-ാമത്തെയോ 6-ാമത്തെ പ്രസവം പ്രഷർ സംവിധാനത്തിലൂടെ അദ്ദേഹം വീട്ടിൽ നിന്ന് എടുക്കുകയും ആ സ്ത്രീയെ രക്തം വാർന്ന് മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്ത സംഭവം നമ്മളാരും മറന്നു കാണില്ല. 2024 മാത്രം 18 അമ്മമാരെയും 5 കുഞ്ഞുങ്ങളെയുമാണ് ഈ കപട ചികിത്സകളും വിശ്വാസ ചികിത്സകളും കാലപുരിക്ക് അയച്ചിട്ടുള്ളത്. ഞാൻ മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റിയിൽ ഡ്യൂട്ടി ചെയ്യുമ്പോൾ, അതുപോലെ മെഡിക്കൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ വർക്ക് ചെയ്യുമ്പോഴും ഒരു ചെറുപ്പക്കാരനൊരു യുവാവ് അപസ്മാര ലക്ഷണങ്ങളോട് കൂടി വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സിനോട് ഞാൻ ചോദിച്ചു, എന്തെങ്കിലും മുൻപ് സംഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞൊരു 3 മാസം മുമ്പ് ഒരു പേപ്പട്ടി കടിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം മുസ്ലിം ഒരു മതപുരോഹിതൻ മന്ത്രിച്ചു കൊടുത്ത വെള്ളം കുടിച്ചു. അതോടുകൂടി യാതൊരു ഭയമില്ലാതെ ജീവിക്കുകയായിരുന്നു. അപ്പോൾ ആ പേപ്പട്ടിയേക്കാൾ വിഷമുള്ള വിശ്വാസ ജീവികളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ സംസാരിക്കുന്ന സത്യങ്ങളോടും നമ്മൾ കാണുന്ന ഈ പച്ച യാഥാർത്ഥ്യങ്ങളോടും നമ്മൾക്ക് കണ്ണടിച്ചുകൂടാ. കീമോഫോബിയ
എന്ന വസ്തുതയാണ് ഇവരുടെ ആയുധം. ആധുനിക ശാസ്ത്രത്തോടും മോഡേൺ മെഡിക്കൽ സയൻസിനോടുള്ള ശത്രുതയാണ് ഇവരുടെ ആയുധം. വാക്സിൻ വിരുദ്ധതയാണ് ഇവരുടെ ആയുധം. ഇത്തരക്കാരാണ് ഇന്ന് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തങ്ങളും ദുരിതങ്ങളുമായിട്ട് മാറുന്നത്. വളരെ നന്ദിയുണ്ട്. താങ്ക് യു. തൽക്കാലം നിർത്തട്ടെ. ഇനി ചോദ്യങ്ങൾക്കുള്ള സമയമാണ്. എഴുതരൂ. എഴുതരണം എന്ന് പറഞ്ഞിരുന്നു ആദ്യം. സാറേ, ഇപ്പോൾ ചോദിക്കാനുള്ളത് വാർഫാരിൻ ഒരു മരുന്നിനെ കുറിച്ച് പറഞ്ഞു. അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു ജീവൻ രക്ഷാമരുന്നാണ്. അത് സാറ് ഡോസ് കൂട്ടിക്കൊടുത്താൽ അത് എലിവിഷമാണ്. ഇനി സാർ എടുക്കുക പച്ചവെള്ളം എടുക്കുക, പച്ചവെള്ളം. സാറിനോടാണ്. അതായത് വാർഫാരിൻ എന്നുള്ള മരുന്ന് സാർ പറഞ്ഞു ഇതിൽ എലിവിഷമായിട്ടും ഇതിൽ നേർപ്പിച്ചാൽ ഇത് നേർപ്പിച്ച ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് വാർഫാരിൻ പിന്നീട് രക്തം നേർപ്പിക്കുന്ന ദിവ്യാഷധമായിട്ട് ഉപയോഗിക്കുന്നതും ഇപ്പോൾ രണ്ട് വിധത്തിൽ ഉപയോഗിക്കപ്പെടുന്നതും ഞെട്ടിപ്പിക്കുന്ന നിരവധി ഉദാഹരണങ്ങളൊന്നു മാത്രമാണ്. ഈ മരുന്ന് ശരിയായ ഡോസേജിൽ കൊടുത്താൽ ജീവരക്ഷാ മരുന്നും, അതായത് കൂടുതലായിട്ട് കൊടുത്താൽ എലിവിഷവുമാണ്. ഇനി സാറ് വിടുക, പച്ചവെള്ളം എടുക്കുക. പച്ചവെള്ളം ശരിയായിട്ട് കൊടുത്താൽ ചോദ്യം ഇതാണ്, പച്ചവെള്ളം പോലും ആവശ്യത്തിലധികം കഴിച്ചാൽ അത് വിഷമാണ്. അപ്പോൾ അത് പ്രസ്താവനയാണ്, ചോദ്യമല്ല. അപ്പോ ചോദ്യം ചോദിക്കും. ഈ ഒരു സാറ് നേരത്തെ പറഞ്ഞു, ആദ്യം പറഞ്ഞു എന്ത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ സാർ അതിൽ നിന്ന് ചോദ്യം എന്താണ്? നിങ്ങളുടെ ചോദ്യം എന്താ? പറഞ്ഞത് തന്നെയാണ് ചോദ്യം. നിങ്ങൾ വേറൊരു പ്രസംഗം നടത്തുകയാണെങ്കിൽ അതിനുള്ള ടൈം അധ്യക്ഷൻ വാങ്ങിക്കുക. എനിക്ക് ആകെ 10 മിനിറ്റേ ഉള്ളൂ. എനിക്ക് 5 പേജ് കൂടെ വായിക്കാണ്ട് അതിൽ ഈ ഉത്തരങ്ങളൊക്കെ. ചോദ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി തരിക. ചോദ്യമായിട്ട് ചോദിക്കണം. അതായത് ചോദ്യമായിട്ട് വന്നാൽ ഏത് ചോദ്യമാണെങ്കിലും നമ്മൾ. വേറൊരു കാര്യം ഞാൻ പറയാം, ഒരു ദിവസം മുഴുവനും നിൽക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ ഒരു ദിവസം കൊണ്ട് വയ്ക്കുക. ഈ സമയം വെച്ചുകൊണ്ട്, സമയത്തിനല്ലല്ലോ മത്സരം. പഠിക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ 7 ചികിത്സാലയങ്ങൾ കേരളത്തിലുണ്ട്. 7 നിങ്ങൾക്ക് സ്വാഗതം തുറന്നിട്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം. അവിടെ കിടക്കുന്ന രോഗികളുമായിട്ട് സംസാരിക്കാം, പഠിക്കാം, എന്നോട് സംസാരിക്കാം. നിങ്ങൾ എൻ്റെ ക്ലാസ് വയ്ക്കുക. ഒരു ദിവസം ഫുൾ ഡേ വെക്ക്. അതല്ല 3 ദിവസം വയ്ക്കണോ? ഞാൻ വരാം. ഒരിടത്തും ഒളിച്ചോടുന്നില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ് തന്നെ പോകാൻ തയ്യാറാണ്. നിങ്ങൾ സമയം അനുവദിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? 5 പേജും കൂടെ വായിക്കാനുണ്ട്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഈ കുറഞ്ഞ ഡോസിൽ ആപത്ത് നിങ്ങൾ അറിയില്ല. കരളിൻ്റെ പ്രവർത്തനശേഷി 5% കുറഞ്ഞാൽ നിങ്ങൾ അറിയില്ല. കുറഞ്ഞ ഡോസിന് അക്യുമുലേറ്റീവ് ഇഫക്റ്റ് ഉണ്ട്. അക്യുമുലേറ്റീവ് ഇഫക്റ്റ് അത് കെട്ടിക്കിടന്ന് ഓവർ ഡോസിലേക്ക് വരുമെന്നാണ്. നിങ്ങളുടെ മൊബൈലിലെടുത്ത് നോക്ക്. ലോ ഡോസ് മരുന്ന് കഴിക്കുന്നുണ്ട്, മെറ്റയോടോ ജെമിനിയോടോ നിങ്ങൾ ചോദിക്കുക. ഈ ലോ ഡോസ് മരുന്ന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ശരി തന്നെയാണെന്ന് നിങ്ങൾ ചോദിക്കും. നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ, ശാസ്ത്രീയമായിട്ട് തന്നെ നിങ്ങളിതിനെ കൈകാര്യം ചെയ്യുക. ഓക്കെ. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ആർക്കെങ്കിലും എഴുതിയത് തരാനുണ്ടെങ്കിൽ എത്രയും വേഗം തരിക. ചോദ്യോത്തരങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. മറുപടി പറയാം. ആറ് മിനിറ്റ് സമയമാണ് ബാക്കിയുള്ളത്. അതിനകത്ത് നിന്നുകൊണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയും. ഇതിൽ ഹോമിയോപ്പതിക്കുള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയില്ല. കാരണം ഞാനൊരു ഹോമിയോ ചികിത്സകനല്ല. മരുന്നുകൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ഒരാളാണ്. ശരീരത്തിന് നിങ്ങളീ പറയുന്ന ഹിസ്റ്റമിൻ ശരീരം ഉണ്ടാക്കുന്നുണ്ട്. ശരീരത്തിന് ബോധം കെടുത്താൻ അറിയാം. തീവ്രമായ ദുഃഖം വരുമ്പോൾ ശരീരം ബോധം കെടുത്തുന്നത് അനസ്തെറ്റിക് സ്വയം ഉണ്ടാക്കിയിട്ടാണ്. ഇതൊക്കെ ശരീരത്തിന് ഉണ്ടാക്കാൻ അറിയാം. കിഡ്നി ലിവർ ട്രാൻസ്പ്ലാന്റ് അംഗീകരിക്കുന്നുണ്ടോ? നല്ലൊരു ചോദ്യമാണ്. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ എത്ര രൂപ വരെ ചിലവാക്കാം?
ഒരു മാമ്പഴത്തിൻ്റെ വൈറ്റമിൻ എ ഇല്ലാത്തത് കൊണ്ട് കണ്ണിൻ്റെ കാഴ്ച പോകുന്ന അനേക കോടി കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന ഭാരതത്തിൽ ഒരു ദിവസം പട്ടിണി കൊണ്ട് മരിക്കുന്നത് ലോകത്ത് 21,000 പേരാണ്. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ എൻ്റെ അടുത്തൊരാൾ വന്നു, കള്ളു കുടിച്ച് ലിവർ പോയിട്ട് 1 കൊല്ലം വരെ നീണ്ടു കഴിഞ്ഞാൽ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. കള്ളുകുടിയന്മാരുടെ ലിവർ ഉടനെ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. അതുകൊണ്ട് 70 ലക്ഷം രൂപയോളം വരും അവിടെയൊക്കെ വീടെടുത്ത് താമസിച്ചൊക്കെ വരുമ്പോൾ. കരൾ ദാനം ചെയ്യുന്നവരിൽ 500 പേരിൽ ഒരാൾ ഉടനടി മരിക്കുമെന്നാണ് മയോ ക്ലിനിക്കിൻ്റെ വെബ്സൈറ്റിൽ ഞാൻ കണ്ടത്, എടുത്തു വെച്ചിട്ടുണ്ട്. അമൃതയിലും ഉണ്ടായിരുന്നു. ഞാനിത് പറയാൻ തുടങ്ങിയതിന് ശേഷം അത് മാറി. കരൾ ദാനം ചെയ്യുന്ന 500 പേരിൽ ഒരാളുടെ മരണം, അവർക്കുണ്ടാകുന്ന ദുരിതങ്ങൾ കുറേ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. കരൾ സ്വീകരിക്കുന്നതിൽ 20% പേർ 2 കൊല്ലത്തിനുള്ളിൽ മരിക്കും, മറ്റൊരു 20% 5 കൊല്ലത്തിനുള്ളിൽ മരിക്കും. ഇത് കരൾ മാറ്റിത്തരാമെന്ന് പറയുന്ന മയോ ക്ലിനിക്കിൻ്റെ അമൃത ഹോസ്പിറ്റലിൻ്റെയൊക്കെ വെബ്സൈറ്റിൽ ഞാൻ കഴിഞ്ഞ മാസം വരെ കണ്ടതാണ്. ഇതാണ് സത്യം. അപ്പോൾ ഏതാണ്ട് 60% ആളുകളെ 5 കൊല്ലത്തിനുള്ളിൽ കൂടുതൽ നീട്ടിയെടുക്കാം. എത്ര ദിവസം? 1 കൊല്ലം എന്ന് പറഞ്ഞാൽ 365, 10 കൊല്ലം ജീവിച്ചാൽ 3650 ദിവസം ജീവിക്കും. എന്ത് കാര്യത്തിനാണ് പലരും ഈ ഏന്തി വലിഞ്ഞ് ഒരു മാസം 30,000 രൂപയുടെ മരുന്ന് കഴിച്ചാൽ ജീവിച്ചിരിക്കാം? ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിക്കല്ലാതെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് പ്രയോജനം നിങ്ങൾക്കുണ്ടെന്ന് ദോഷത്തേക്കാൾ കൂടുതൽ മെച്ചം കിട്ടുമെങ്കിൽ മരുന്ന് ഉപയോഗിക്കാവുന്നതാണ് മോഡേൺ മെഡിക്കൽ സയൻസിൽ പഠിപ്പിക്കുന്നത്. അതുപോലെ ഇയാൾ ഇപ്പം ചത്തുപോകാതെ 10 ദിവസം കൂടെ ജീവിച്ചിരുന്നാൽ എന്തെങ്കിലും ഗുണം ഈ പ്രകൃതിക്കും ഭൂമിക്കും കുടുംബത്തിനും ഇയാൾക്കും ഉണ്ടാകുമെന്നുണ്ടാണെങ്കിൽ നമ്മളിപ്പോൾ അംഗീകരിച്ചില്ലെങ്കിലും ഇതൊന്നും നടക്കാതിരിക്കില്ല. ഇറ്റ്സ് എ ബിഗ് ബിസിനസ്. ഈയിടയ്ക്ക് എറണാകുളത്ത് ആത്മഹത്യ ചെയ്ത ഡോക്ടറുടെ പ്രതിമാസ ശമ്പളം 50 ലക്ഷം രൂപയാണ്. 50 ലക്ഷം രൂപ ഒരു ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ, സർജനാണ്, കിഡ്നി മാറ്റിൽ, അതിൽ എന്തോ ഗുരുതരമായ പാളിച്ചയുണ്ട്. ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിയായിട്ട് ബന്ധപ്പെട്ട ഭാഗം അവസാനിച്ചിരിക്കുകയാണ്. ഇനി 2 മിനിറ്റ് ബാക്കിയുണ്ട്. 2 മിനിറ്റിനകത്ത് സെപ്റ്റംബർ 17 പേഷ്യൻ്റ് സേഫ്റ്റി ഡേ ആയിട്ട് ആചരിക്കാൻ ലോകാരോഗ്യ സംഘടന, അത് ഞാൻ വായിച്ചിരുന്നെങ്കിൽ പറയുമായിരുന്നു. 1 കൊല്ലം ലോകത്ത് ചികിത്സാ പിഴവ് കൊണ്ടും 1340 ലക്ഷം പേർക്ക് ഗതികേടുണ്ടാകുന്നു. ചികിത്സാ പിഴവ് കൊണ്ട് ഡോക്ടർമാർ കെയർഫുള്ളായിട്ട് കൊടുക്കുന്ന ചികിത്സ എല്ലാം കൂടി ഉൾപ്പെടെ 26 ലക്ഷം പേരാണ് മരിക്കുന്നത്. കോവിഡിൽ 1 കൊല്ലം മരിച്ചതിനേക്കാൾ കൂടുതൽ. കോവിഡ് വന്നപ്പോൾ ആശുപത്രിയെല്ലാം അടച്ചിടുകയായിരുന്നു. ഈ പകർച്ചവ്യാധിയെക്കുറിച്ച് പറയുമ്പോൾ ഏത് പകർച്ചവ്യാധി വന്നാലും ആശുപത്രിയൊക്കെ അടച്ചിട്ടിട്ട് ഡോക്ടർമാർ ആ വേദിയിൽ ഉണ്ടായിട്ടില്ല. കോവിഡിൻ്റെ സമയത്ത് നമ്മളെ രോഗാണുക്കളായിട്ട് പേടിച്ച് നമ്മളെ അകറ്റിയിരുത്തി. ആശുപത്രി തുറന്നില്ലല്ലോ, അങ്ങോട്ട് കയറാൻ പറ്റില്ലായിരുന്നല്ലോ. പിന്നെ കോവിഡ് ഞങ്ങളാണ് തീർത്തതെന്നൊക്കെ പറയുന്നിടത്ത് നിങ്ങൾ ചിന്തിക്കുക. ആശുപത്രിയിലേക്ക് പോകുന്ന 10-ൽ 4 പേർക്കും ചികിത്സാ പിഴവാണ് കിട്ടുന്നതെന്ന് പറയുന്നത് ഞാനല്ല, ലോകാരോഗ്യ സംഘടനയാണ്. വേൾഡ് ഹെൽത്ത് പേഷ്യൻ്റ് സേഫ്റ്റി ഡേ സെപ്റ്റംബർ, നിങ്ങളിപ്പോൾ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എടുത്ത് നോക്കുക. AMAയുടെ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ്റെ മുഖപത്രമായ ജാമയിൽ ഡോക്ടർ ബാർബര സ്റ്റാർഫീൽഡ് ഒരു ലേഖനം എഴുതി. ഈസ് US ഹെൽത്ത് റിയലി ദി ബെസ്റ്റ് ഇൻ ദ വേൾഡ്? 1 കൊല്ലം അമേരിക്കയിൽ ഡോക്ടർമാരുടെ കൈപ്പിഴ കൊണ്ട്, തെറ്റായ മരുന്ന്, സർജറി 44,000 തുടങ്ങി 98,000 രോഗികൾ മരിക്കുന്നു ചികിത്സാ പിഴവ് കൊണ്ട്, മരുന്നുകളുടെ തകരാറുകൾ കൊണ്ട്. 20% തുടങ്ങി 30% ആശുപത്രിയിൽ എത്തുന്നവർക്ക് ചികിത്സാ പിഴവ് കിട്ടുന്നു അമേരിക്കയിൽ. എന്താണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ, ഇവിടുത്തെ ഡോക്ടർമാരിലും ചികിത്സയിലും വിശ്വാസം ഉണ്ടെങ്കിൽ അമേരിക്കക്ക് ഓടുമോ? ക്യാൻസറിന് ഏറ്റവും വലിയ ചികിത്സ. പിന്നെ നിർമ്മലയുടെ കാര്യം ഇവിടെ ഡോക്ടർ പറഞ്ഞു. നിർമ്മല 1.5 കൊല്ലം ബേബി മെമ്മോറിയലിലെ ചികിത്സ പരാജയപ്പെട്ടിട്ട് യൂണിവേഴ്സിറ്റിയുടെ പുറകിലുള്ള ഹോമിയോ ഡോക്ടറെ അടുത്ത് പോയി. അവിടെ നിന്നാണ് ഡോക്ടർ ജോൺ ബേബിയുടെ അടുത്ത് വരുന്നത്. തൻ്റെ മകളെപ്പോലെ വീട്ടിൽ നിർത്തി ഭക്ഷണം കൊടുത്ത്. പാവപ്പെട്ട കുട്ടിയായിരുന്നു, 10 പൈസ വാങ്ങിച്ചിട്ടല്ല. പക്ഷേ ആ കുട്ടി ചികിത്സ പറഞ്ഞ കാര്യങ്ങൾ തെറ്റിച്ച്, ഇവിടെ പറഞ്ഞ പോലെ കുമ്പളങ്ങേര് കൊടുത്ത് കിടത്തിയൊരിടത്തൊന്നും അല്ല നിർമ്മലയെ ചികിത്സിച്ചത്. പിന്നെ അതൊക്കെ ശരിയാണെങ്കിൽ പോലും അതിൻ്റെ അപ്പുറത്ത് എത്രയോ ആണ് നമുക്ക് അലോപ്പതിയിൽ ഓരോ ദിവസവും പറയാനുള്ളത്. അതുകൊണ്ട് മറുപടികൾ വേണ്ടത്ര ആയില്ല എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട്. ഏതായാലും ഞാൻ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നു, അത് ഡോക്ടർക്കും നൽകിയിട്ടുണ്ട്. അദ്ദേഹം എത്തിക്സിൽ വളരെ എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം, അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുമ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം സ്വകാര്യ ആശുപത്രി പോയില്ല. കാരണം എത്തിക്കലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല.
അപ്പം ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ അതിനുള്ളിലൊക്കെ വരുന്നുണ്ട്. ബ്രിട്ടനിലെ ചികിത്സ ഇവിടുത്തെ ചികിത്സ എന്താ ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കണേ? 3 ദിവസം കഴിയാതെ പനി രോഗിയെ ആശുപത്രി കയറ്റില്ല ബ്രിട്ടനിൽ, കുഞ്ഞു കുട്ടിയാണെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെ എത്തിക്സിൽ വിചാരമുള്ള ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹം ഞങ്ങളുടെ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ വന്ന് ഒരു കുറച്ച് ദിവസം ഞങ്ങളോടൊപ്പം ഒന്ന് കഴിയണം. കോഴിക്കോട് തന്നെയുണ്ട്. അത് അദ്ദേഹത്തെ ഞങ്ങളിലേക്ക് കൂടെ എത്തിക്കും. ധാരാളം ഡോക്ടർമാരിപ്പോൾ ഞങ്ങളോടൊപ്പം ഉണ്ട്. ഡോക്ടർ മായ വലേച്ചിയെ പോലെ, ഡോക്ടർ ആനന്ദ് ഗോഖാനിയെ പോലെ. പ്രമേഹത്തിൻ്റെ സ്വയം ചികിത്സ എന്നുള്ള എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്ത് ഡോക്ടർ ആനന്ദ് ഗോഖാനി, ബിർള ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട ഡയബറ്റോളജിസ്റ്റ്, പ്രകാശനം ചെയ്തത് MA ബേബി. 15 കൊല്ലത്തെ പ്രമേഹം 10 ദിവസം കൊണ്ട് മാറ്റിയെടുത്തതാണ്. ഞാൻ 1 മണിക്കൂർ കൂടി ഇരുന്നില്ലേ, 2 മിനിറ്റ് കൂടി തന്നേക്ക്. അത് പുസ്തകം സ്വീകരിച്ചത് ഡോക്ടർ VS വിജയൻ. 25 കൊല്ലം പ്രമേഹം ഉണ്ടായിരുന്നു, 555 പ്രമേഹം. ഇപ്പോൾ 10-18 കൊല്ലമായി ഒരു മരുന്നുമില്ലാതെ ജീവിക്കുകയാണ്. എൻ്റെ പ്രകൃതി രീതികളിലൂടെ ഒരു രോഗമില്ലാതെ ജീവിക്കുന്ന 100 കണക്കിന് കുടുംബങ്ങളെ ഞാൻ കേരളത്തിൽ കാണിച്ചു തരാം. 10-20 കൊല്ലമായിട്ട് കുടുംബത്തിൽ ആർക്കും രോഗമില്ല. അത് കാണാനും പഠിക്കാനും നിങ്ങൾ വരില്ലേ? നിങ്ങൾ യുക്തിവാദികളല്ലേ? സത്യം അന്വേഷിക്കുന്നതുകൊണ്ടല്ലേ നിങ്ങൾ സമൂഹത്തിൻ്റെ മുഴുവൻ പരിഹാസവും അല്ലെങ്കിൽ എതിർപ്പും നേരിട്ട് യുക്തിവാദത്തിൽ കുടുംബത്തിൻ്റെ പോലും എതിർപ്പല്ലേ പലർക്കും ഉള്ളത്? ആ ഒരു സത്യാന്വേഷണം 10 ദിവസം ഞങ്ങളുടെ പ്രകൃതി ചികിത്സാലയത്തിൽ വന്ന് അവിടെ നടക്കുന്നത് എന്താണെന്ന് പഠിക്കാനുള്ള സത്യസന്ധത കാണിക്കണം. യുക്തിചിന്തയിലെ ഏറ്റവും പ്രധാനം MA ജോണായിരുന്നു. ആ ജോൺ സാറ് എൻ്റെ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ വരികയും എനിക്ക് പ്രോത്സാഹനം തരികയും ഞങ്ങളൊന്നിച്ച് കേരളമൊട്ടാകെ സഞ്ചരിക്കുകയും ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് യുക്തി അന്വേഷിച്ച് നോക്കുന്ന ഞാനും ഒരു യുക്തിചിന്തകൻ തന്നെയാണ്. കാരണം എനിക്കിപ്പോഴും വ്യക്തമല്ല ദൈവമുണ്ടോ ഇല്ലയോ, ഉണ്ടെന്ന് വിശ്വസിക്കാൻ വളരെ അതുകൊണ്ട് ശാസ്ത്രത്തിനെതിരായിട്ട് ഒരു വാക്കും ഞാനിവിടെ പറഞ്ഞിട്ടില്ല, എൻ്റെ പുസ്തകത്തിലില്ല. ഉണ്ടെങ്കിൽ കാണിച്ചു തരണം. നന്ദി, നമസ്കാരം. അടുത്ത 10 മിനിറ്റ് ഡോക്ടർ KP മോഹനോടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള സമയമാണ്. 10 മിനിറ്റ് ആണ് ഈ ഒരു സമയപരിധി. ആ 10 മിനിറ്റോടെ ഈ പ്രോഗ്രാം അവസാനിക്കുന്നതാണ്. അതിനുശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമോ ഉത്തരവോ ഒരു സംസാരവും ഉണ്ടായിരിക്കുന്നതല്ല. പ്രിയമുള്ളവരെ, സയൻസ്, ഞാൻ ഇനിമേ ശാസ്ത്രം എന്ന പദം ഉപയോഗിക്കുന്നില്ല. സയൻസ് എന്ന് പറയുന്നത് എവിഡൻസ് ബേസ്ഡാണ്. അത് വർഷങ്ങളോളമുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ആവർത്തിക്കാവുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ തെളിവിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ് സയൻസ്. അതുപോലെ തന്നെ ആധുനിക വൈദ്യശാസ്ത്രം, മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് ഒരു അപ്ലൈഡ് മെഡിക്കൽ സയൻസാണ്. അവിടെ സയൻസിൻ്റെ എല്ലാ നേട്ടങ്ങളുടെയും ശാസ്ത്രത്തിൻ്റെ സർവ്വശാഖകളിലും ഉണ്ടാകുന്ന എല്ലാ വികാസങ്ങളുടെയും പുരോഗതിയുടെയും നേട്ടങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യരാശിക്ക് അവരുടെ ജീവനും ആയുസ്സും നീട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രായോഗിക സയൻസാണ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾക്ക് സംസാരിക്കുന്നത് ക്ലിനിക്കൽ ട്രയലുകളുടെയും പരീക്ഷണങ്ങളുടെയും ഗവേഷണങ്ങളുടെയും രേഖകളും ഡാറ്റകളും തെളിവുകളുമാണ്. ഇത് എന്നെ സമീപിച്ച ഒരു രോഗിയുടെ പ്രിസ്ക്രിപ്ഷനാണ്. അദ്ദേഹം ഒരു IT എഞ്ചിനീയറാണ്. ഇവിടെ നേരത്തെ മൈത്രേയൻ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം ഒരുത്തരെയും ശാസ്ത്ര അവബോധമുള്ളവനും സാമാന്യ ബുദ്ധി പോലും ഉള്ളവനാക്കില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതാണ് കേരളത്തിൻ്റെ ശാപം. എല്ലാ തട്ടിപ്പുകളുടെയും കപട ചികിത്സകളുടെയും ആവാസ കേന്ദ്രമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം എന്ന് പറയുന്നത്. അറേബ്യൻ നാടുകളിലൊന്നും ആധുനിക വൈദ്യശാസ്ത്രമല്ലാതെ മറ്റൊരു ശാസ്ത്ര ശാഖകൾ അവിടെ ഇല്ല, അല്ലെങ്കിൽ ശാസ്ത്രം ചികിത്സ എന്ന് പറയുന്ന രീതികൾ അവിടെ ഇല്ല. ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. ഇദ്ദേഹം IT എഞ്ചിനീയർ എൻ്റെ സ്ഥിരമായി വരുന്ന രോഗിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഒരു ആയുർവേദ MD ഡോക്ടറെ കല്യാണം കഴിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ആയുർവേദ MD ആണ്. പിന്നീട് അദ്ദേഹം തടി കൂടി ഫാറ്റി ലിവറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ ആയുർവേദ MD അദ്ദേഹത്തെ ചികിത്സിച്ചു. 2 മാസം കഷായം അരിഷ്ടമെല്ലാം കൊടുത്തതിന് ശേഷം അദ്ദേഹത്തെ കണ്ണെല്ലാം ചുവച്ച് തടി കൂടി നീര് വന്ന് കണ്ണ് ചുവന്ന് കണ്ണിൻ്റെ ഡോക്ടറെ കാണിച്ചു. കുറേ അദ്ദേഹത്തിന് കണ്ണ് ചികിത്സക്കാരനൊന്നും മനസ്സിലായില്ല. എന്നിട്ട് പിന്നീട് അതിന് ശേഷം എന്നെ സമീപിച്ചു. അപ്പോൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് തൈറോയിഡ് കൂടിയതിൻ്റെയും കിഡ്നിയും ലിവറിനെയൊക്കെ ബാധിച്ചതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. എല്ലാ പരിശോധനകളും നടത്തി ഏറ്റവും നല്ല അംഗീകാരമുള്ള വളരെ കൃത്യതയോടുകൂടി ചെയ്യുന്ന ലാബാണ്. മാത്രമല്ല എനിക്ക് ഈ ലാബുമായിട്ട് യാതൊരു അസോസിയേഷനുമില്ല. ഞാൻ ഒരു മരുന്ന് കമ്പനികളുമായിട്ട് ആരായിട്ടും ഒരു കൂട്ടും കൂടാറില്ല.
പ്രിസ്ക്രിപ്ഷൻ ഞാൻ ഡോക്ടറായത് മുതൽക്ക് സ്വന്തം കാശ് എടുത്തുകൊണ്ട് അച്ചടിക്കുകയല്ലാതെ ഒരു ഔദാര്യങ്ങളും പറ്റാറില്ല. മാത്രമല്ല അവരോട് മറ്റുള്ള ചികിത്സാ കേന്ദ്രങ്ങളോട് രോഗിക്ക് മാക്സിമം കൊടുക്കാൻ പറയുകയാണ് ചെയ്യാതെ അവരുടെ ആ ലാബിലൊക്കെ എൻ്റെ പേരവിടെ രജിസ്റ്റേർഡാണ്. എൻ്റെ പേരടിച്ചാൽ 20-25% കമ്മീഷനോട് കൂടിയിട്ട് രോഗി കിട്ടും. സ്കാനൊക്കെ പകുതി കാശിന് ചിലപ്പോൾ കൊടുക്കും. അത്ര രോഗിയെ കൊടുത്തു വിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടാണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൈറോയിഡ് കംപ്ലീറ്റ് നശിച്ചു പോയി. ആയുർവേദം കൊണ്ട് ഒരു രോഗമില്ലാത്ത ആളായിരുന്നു. ലിവറിനെ ബാധിച്ചു, കിഡ്നി ബാധിച്ചു, മജ്ജയെ ബാധിച്ചു, ഹീമോഗ്ലോബിൻ കുറഞ്ഞു, പിന്നെ എല്ലാ മൾട്ടി ഓർഗൻ ഫെയിലിയറിൻ്റെ സ്ഥിതിയിലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഞാൻ ചികിത്സിച്ചു. ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ പിന്നെ ഡാറ്റകളും അദ്ദേഹത്തിൻ്റെ എവിഡൻസസ് എല്ലാം കിഡ്നിയുടെയും തൈറോയിഡെല്ലാം TSH വളരെ 200-300 അടുത്തായിരുന്നു. ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എല്ലാം തകരാറിലായിരുന്നു. ക്രിയാറ്റിൻ 1.59 പിന്നീട് 1-2 മാസം ഇപ്പോഴും അദ്ദേഹം മാസം തോറും വന്ന് എൻ്റെ ചികിത്സയിലാണ്. അവസാനം അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ട് ക്രിയാറ്റിനിൻ 1.6 ഉണ്ടായിരുന്നു 0.9, തൈറോയിഡ് നോർമലായി 1.29, ഹോർമോൺ ലെവൽ നോർമലായി, ലിവറിൻ്റെ പ്രവർത്തനം നോർമലായി. വീണ്ടും സ്കാൻ റിപ്പോർട്ട് ചെയ്തപ്പോൾ പൂർണ്ണമായിട്ടും നോർമലായി. ഇപ്പോൾ പക്ഷേ ജീവിതകാലം വരെ ഇത് ടെസ്റ്റ് ഈ മരുന്നുകൾ സേവിക്കേണ്ട അവസ്ഥയാണ്. തൈറോയിഡിൻ്റെ ഹോർമോൺ റീപ്ലേസ്മെൻ്റാണ്. തൈറോയിഡ് ഗ്രന്ഥിയെ കംപ്ലീറ്റ് തകർത്തു, അപ്പോൾ റീപ്ലേസ് ചെയ്യണം. അതുപോലെ ലിവറിൻ്റെ പ്രവർത്തനത്തിലുള്ള മരുന്നുകൾ കുറച്ച് കാലം കൂടെ അദ്ദേഹം കഴിക്കേണ്ടി വരും, അതിനുശേഷം നിർത്താം. പക്ഷേ തൈറോയിഡ് പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റില്ല. കിഡ്നിയുടെ പ്രവർത്തനം എല്ലാം നോർമലായി. ഇത് കുറച്ച് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകളാണ്. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു രോഗിയാണ്. ഒരിക്കലും മദ്യപിക്കാത്ത, ഒരിക്കലും പുകവലിക്കാത്ത ഒരു വ്യക്തി ശരീരമാസകല നീരുമായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് ക്രോണിക് പാരങ്കൈമൽ ലിവർ ഡിസീസ്, ടോക്സിക് ഹെപ്പറ്റൈറ്റിസ് വന്ന് ലിവർ കംപ്ലീറ്റ് തകരാറായ അവസ്ഥയിലായി, ലിവർ സിറോസിസായി മാറി. ഇപ്പോൾ അതിനുള്ള ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് മറ്റൊരു രോഗിയുടെ അദ്ദേഹത്തിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം ഒരിക്കലും പുകവലിക്കാത്ത, ഒരിക്കലും മദ്യം ഉപയോഗിക്കാത്ത വ്യക്തിയാണ്. കോട്ടക്കൽ ആയുർവേദശാസ്ത്രത്തിൻ്റെ ആയുർവേദ ചികിത്സയുടെ വത്തിക്കാനായിട്ടുള്ള കോട്ടക്കൽ ആയുർവേദശാസ്ത്രത്തെ അവിടുത്തെ പോപ്പായിട്ടുള്ള ഡോക്ടർ പി.കെ. വാര്യർ വൈദ്യർ അദ്ദേഹത്തിൻ്റെ ചികിത്സയിലും മറ്റു വൈദ്യന്മാരുടെ ചികിത്സയിലുമായിരുന്നു. അങ്ങനെ പക്ഷേ അദ്ദേഹത്തിൻ്റെ 7-8 വർഷത്തോളം മുട്ടുവേദനയ്ക്ക് മരുന്ന് കഴിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ കരൾ കംപ്ലീറ്റ് പോയി, കിഡ്നിയെയും ബാധിച്ചു. അവസാനം ഇപ്പോൾ അദ്ദേഹം ഒന്നുകിൽ ലിവർ മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഈ ജീവിതകാലം വരെ മാറ്റിവെക്കേണ്ട അവസ്ഥ വരുന്നത് വരെ മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കണം. ആ ഒരു അവസ്ഥയിലാണ്. പിന്നെ നിങ്ങൾ യൂട്യൂബിൽ ഇതിൽ ചിലപ്പോൾ സലീം കുമാറിൻ്റെ ഒരു വീഡിയോ കാണുമായിരിക്കും. അദ്ദേഹം നമ്മുടെ വിഖ്യാതനായ കുപ്രസിദ്ധനായ നമ്മുടെ മോഹനൻ വൈദ്യർ, വൈറസില്ല എന്ന് പറഞ്ഞ മോഹനൻ വൈദ്യരെ ചികിത്സയിലടക്കം കേരളം അങ്ങോളമുള്ള എല്ലാ വൈദ്യന്മാരുടെയും ചികിത്സ നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലിവർ അവസാനം മാറ്റിവെക്കേണ്ട അവസ്ഥ ഒരു കൃത്രിമ ലിവറായിട്ട് വരുന്നതാണ്. പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതിന് അടുത്തുള്ള ഒരു കുട്ടി, ഒരു +1 വിദ്യാർത്ഥിനി, അവർ പിന്നെ ഒരു കാലിലുള്ള ഒരു പയോഡർമയ്ക്ക് 5 ദിവസത്തെ ചെറിയൊരു ആൻറ്റിബയോട്ടിക്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മാറാവുന്ന ഒരു പയോഡർമയ്ക്ക് 6 മാസം കഷായം കുടിച്ച് ആ കുട്ടിയുടെ കരൾ കംപ്ലീറ്റ് തകർന്നു പോയി. അവസാനം അമ്മ കരൾ കൊടുക്കാൻ തയ്യാറാവുകയും നാട്ടുകാരും ടീച്ചേഴ്സും പിന്നെ സ്റ്റുഡൻസ് എല്ലാം പിരിവെടുത്ത് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ആർക്കും അന്വേഷിക്കാവുന്നതാണ് പോയി കരൾ മാറ്റി വെച്ചിട്ടാണ് ആ കുട്ടി ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് പറയൽ കാരണം ഈ കീമോഫോബിയ, ഇതാണ് ഇവരുടെ കപട ചികിത്സകളുടെ എല്ലാ പ്രധാന കാരണം. കെമിക്കൽ എന്ന് പറഞ്ഞാൽ അത് കൃത്രിമമായിട്ടുണ്ടാക്കുന്നതാണെന്നും മറ്റ് മനുഷ്യ ശരീരം പ്രകൃതിയെല്ലാം നാച്ചുറലായി ദൈവം തന്നതാണ് എന്ന ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഈ പ്രപഞ്ചം മുഴുവൻ, മനുഷ്യ ശരീരം മുഴുവൻ, പ്രകൃതിയിലുള്ള സർവ്വ ജീവജാലങ്ങളും ഈ 118 മൂലകങ്ങളുള്ള കെമിക്കൽസാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം ഡൈഹൈഡ്രജൻ മോണോക്സൈഡാണ്. 2 ഓക്സിജനും പിന്നെ 2 ഹൈഡ്രജൻ, 1 ഓക്സിജനും 2 ഹൈഡ്രജൻ മോളിക്യൂളും ചേർന്നാണ്. ഇങ്ങനെ ഫോബിയ വരുത്തുക. നമ്മൾ കറിയിലൊടുക്കുന്ന ഉപ്പ് വളരെ പ്രകൃതിദത്തമാണ്. മനുഷ്യ നീ ഉപ്പാകുന്നു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ഈ ഉപ്പ് എന്താണ്? സോഡിയം എന്ന് പറയുന്ന ഒരു ലോഹം, ക്ലോറിൻ എന്ന് പറയുന്ന ഒരു വിഷവാതകമാണ്. ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ അജ്ഞതയെ മുതലെടുപ്പിടി ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ ഈ വാക്സിൻ വിരുദ്ധതകൾ. പിന്നീട് പറയുന്നത് ഇവർ ഏതെങ്കിലും ഒരു സങ്കീർണത കൊണ്ടുള്ള മരണം അല്ലെങ്കിൽ അപകട മരണം കൊണ്ട് ഉള്ള മരണത്തിന് ഈ മോഡേൺ മെഡിസിനെ, അലോപ്പതി എന്ന വാക്ക് ഉപയോഗിക്കരുത് എന്നാണ് ഞാൻ അപേക്ഷിക്കുകയാണ്. മോഡേൺ മെഡിസിനെ പക്ഷേ എത്ര കോടി ജനങ്ങളെ അവരുടെ ജീവൻ രക്ഷിച്ചു അതെന്നല്ല പറയാം. ഒരു വിമാനമുണ്ടായാൽ വിമാനം തകർന്നാൽ ഇത്ര പേർ മരിച്ചു. അതുകൊണ്ട് വിമാനം നിരോധിക്കണം, വിമാനം മുഴുവൻ മോശമാണ്, റോഡ് ക്രോസ് ചെയ്ത് ഇടിച്ച വണ്ടികളും റോഡുകളും നിരോധിക്കണം എന്ന് പറയുന്ന ബാലിശമായ
അത്തരം ആരോപണങ്ങൾ വെറുതെ മറ്റുള്ളവരെ കണ്ണടപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കാതടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. കാരണം അവർ ചെയ്യേണ്ടത്, അവർ തെളിവുകൾ കൊണ്ടുവരട്ടെ. അവർക്ക് നല്ല പാർശ്വഫലങ്ങളില്ലാത്ത ചികിത്സകളുണ്ടെങ്കിൽ തെളിവുകൾ കൊണ്ടുവരൂ. ഞങ്ങളതിന് അനുകൂലമാണ്. ശാസ്ത്രത്തിന് മുൻവിധികളില്ല, ദുശാഠ്യങ്ങളില്ല. രണ്ട് ശാസ്ത്രജ്ഞന്മാർ തമ്മിൽ ഒരിക്കലും പോരടിക്കാറില്ല. ന്യൂട്ടനെ ഐൻസ്റ്റീൻ തിരുത്തും, ഐൻസ്റ്റീനെ പിന്നെ സ്റ്റീഫൻ ഹോക്കിങ്ങും അതുപോലുള്ള മറ്റ് ശാസ്ത്രജ്ഞന്മാരും തിരുത്തും. അങ്ങനെയാണ് സയൻസ് വളരുന്നത്. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പുതിയ പുതിയ കണ്ടെത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ ആയുസ് 200 വർഷം വരെ കൂട്ടാനുള്ള ആയുസ്സുണ്ട്. ഇന്ന് ദൈവത്തിനൊന്നും റോളില്ല. മനുഷ്യൻ വിചാരിച്ചാൽ, ആധുനിക വൈദ്യശാസ്ത്രം വിചാരിച്ചാൽ ഈവൻ ഈ ഭൂമി ക്ലോണിങ് സങ്കേതം മൂലം മനുഷ്യരെ സൃഷ്ടിക്കാൻ കഴിയും. മാത്രമല്ല ഈവൻ പുരുഷനില്ലാത്തൊരു ലോകത്തെ പോലും സൃഷ്ടിക്കാൻ കഴിയും. സ്ത്രീ മാത്രം മതി ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കാൻ പറ്റും. ഇതാണ് സയൻസ്. പിന്നെ പറയുന്നത് പഴയ കാലത്തുള്ള ആയുസ്, പഴയ കാലത്ത് 100 വയസ്സും 120 വയസ്സും ഒക്കെ ഇത്തരം കെട്ടുകഥകളിലാണ് പിന്നീട് അവർ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇതിനുള്ള ഉദാഹരണമാണ് നെക്സ്റ്റ് സയൻസ്. കാരണം ഇന്ന് കാണുന്ന നമ്മളെ രോഗങ്ങളെല്ലാം പഴയ കാലത്തും എല്ലാ രോഗങ്ങളും ഉണ്ടായിരുന്നു. മരങ്ങളിൽ പോലും ക്യാൻസറുണ്ട്. ഇത് ആഫ്രിക്കൻ മമ്മിയിൽ MRI സ്കാനും പറ്റതും ചെയ്തിട്ടുള്ള ഒരു ചിത്രമാണ്. ആഫ്രിക്കൻ മമ്മിയിൽ ഇത് 4500 വർഷം മുമ്പുള്ള ആഫ്രിക്കൻ മമ്മിയാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്നിട്ട് അസ്ഥിയിൽ അതിലേക്ക് പരന്നിട്ടാണ് ഈ മമ്മിയിലുള്ള പിന്നെ അല്ലെങ്കിൽ ആ ഒരു പ്രമുഖ വ്യക്തി മരിച്ചിട്ടുള്ളത്. അതിൻ്റെ ചിത്രമാണ് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളത്. ഇത് മറ്റൊരു മമ്മിയാണ്. ഇതൊരു 4500 വർഷം മുമ്പുള്ള ഒരു മമ്മിയുടെ ചിത്രമാണ്. ഇയാൾ മരിച്ചിട്ടുള്ളത് ക്ഷയരോഗം മൂലമാണെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചു. മറ്റൊരു ചിത്രം, ഇത് വളരെ രസകരമായിട്ടുള്ളൊരു ചിത്രമാണ്. ഇത് 2200 BC 2000, അതായത് ഏകദേശം 4500ഓളം വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ നിന്നും ലഭിച്ച ഒരു മമ്മിയാണ്. ഏകദേശം പൂർണ്ണമായിട്ടും പ്രിസർവ് ചെയ്യപ്പെട്ട, വലിയ തകരാറുകളില്ലാതെ പ്രിസർവ് ചെയ്യപ്പെട്ട ഒരു മമ്മിയുടെ ചിത്രമാണ്. ആ മമ്മി ഒരു പ്രഭ്യു ആയിരുന്നു. 50 വയസ്സിലാണ് അവർ മരിച്ചതെന്നും അവർ മരിക്കാൻ കാരണം ഹാർട്ട് അറ്റാക്കും ഹാർട്ട് ഫെയിലറുമായിരുന്നെന്നും അതോടൊപ്പം അവർക്ക് കരൾ രോഗമുണ്ടായിരുന്നു, ഒരു വിരരോഗമുണ്ടായിരുന്നു, അവർക്ക് പ്രമേഹമുണ്ടായിരുന്നു, അവർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നു എന്നതെല്ലാം ശാസ്ത്രീയമായി തെളിയിച്ചു. മാത്രമല്ല അവരുടെ ധമനികളിൽ കുറച്ച് രക്തം പോലും ശേഷിപ്പുണ്ടായിരുന്നു. അതിൽ നിന്നും അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് A പോസിറ്റീവാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതാണ് സയൻസ്. സയൻസ് എന്ന് പറയുന്നത് സംസാരിക്കുന്ന തെളിവുകളാണ്, സത്യമാണ്. സത്യത്തിന് ഒരിക്കലും ബദൽ സാധ്യമല്ല എന്നതാണ്. കാരണം എത്ര അവരുടെ അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ കപട ചികിത്സകളുടെ സാധ്യത അനന്തമാണ്. അത് മസ്തിഷ്കം ഉപയോഗിക്കാത്തവരുടെ എത്രമാത്രം എണ്ണമുണ്ട്, യുക്തിരാഹിതരായിട്ടുള്ളവരുടെ എത്ര എണ്ണമുണ്ട്, അത്രയധികം വിശ്വാസങ്ങളുണ്ടാകും, അത്രയധികം വിശ്വാസശാസ്ത്രങ്ങളുണ്ടാകും. കാരണം ഹരാരി പറഞ്ഞതുപോലെ വിശ്വാസം കഥകളും കെട്ടുകഥകളും പടയ്ക്കാനും അത് പടച്ചുവിടാനും പ്രചരിപ്പിക്കാനും അതേപോലെ വിശ്വസിക്കാനുമുള്ള ഒരു കഴിവ് മനുഷ്യൻ്റെ സ്വാഭാവിക കഴിവാണ്. ഈ കഴിവിനെ അതിജീവിക്കണമെങ്കിൽ ചെറുപ്പത്തിലെ നമ്മൾ ശാസ്ത്രം പഠിക്കണം, ശാസ്ത്ര അവബോധം തിരിച്ചറിയണം. അത്തരം ഒരു സമൂഹത്തിൽ മാത്രമേ ഇതിനെയെല്ലാം നമുക്ക് ചെറുക്കാനാവൂ. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. സോഷ്യലിസവും സമാധാനവും സമത്വവും എല്ലാം നടമാടുന്ന സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ അവിടെ ജയിലുകളില്ല, പോലീസുകാരില്ല, പട്ടാളങ്ങളില്ല. അവിടെ മനുഷ്യർ വീടുകൾ പോലും പൂട്ടാതെ അത്രയും സമാധാനത്തോടെ ജീവിക്കുന്നവർ. കാരണം 16 വയസ്സ് വരെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ശാസ്ത്രം മാത്രം പഠിക്കുകയാണ്. മതം ആരെങ്കിലും പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ പാരൻസിനെ പിടിച്ച് ജയിലിലിടും. അവരുടെ മതഗ്രന്ഥങ്ങളുടെ മേൽ ഇറ്റ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, കീപ്പ് അവേ ഫ്രം ചിൽഡ്രൻ, കുട്ടികൾക്ക് കിട്ടാത്തിടത്ത് വയ്ക്കുമെന്ന് എഴുതി വെക്കണം. അത്തരം രാജ്യങ്ങളാണ് സമാധാനമുണ്ടാവൂ. മനുഷ്യ സമൂഹം ത്തിലുള്ള ഇന്ന് നടമാടുന്ന എല്ലാ കലഹങ്ങൾക്കും കലാപങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒരേ ഒരു കാരണം വിശ്വാസം മാത്രമാണ്. അത് കപടശാസ്ത്ര ചികിത്സാ വിശ്വാസമാകട്ടെ, മതവിശ്വാസമാകട്ടെ, ദൈവവിശ്വാസമാകട്ടെ, ഈ വിശ്വാസങ്ങളാണ് ഭൂമിയിൽ അസമത്വങ്ങളും അസന്തുഷ്ടിയും കലാപങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്, ചോരപ്പുഴകൾ ഒഴുക്കിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിനുള്ള ഒരേ ഒരു മറുപടി സയൻസ് മാത്രമാണ്, സയൻസ് മാത്രമാണ്. നന്ദി, നമസ്കാരം. സംവാദ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ സ്നേഹപൂർണമായ ക്ഷണം സ്വീകരിച്ച്
മോഡേൺ മെഡിസിനും ഇതര ചികിത്സകളും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് മനുഷ്യ ശരീരത്തിൽ പ്രയോഗിക്കുന്ന പലതരം ചികിത്സാരീതികളെക്കുറിച്ച് ഡോക്ടർ KP മോഹനനും ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരിയും വളരെ നന്നായി തന്നെ 2 വാദങ്ങളും ഇവിടെ അവതരിപ്പിച്ചു. 2 തരത്തിലുള്ള അറിവുകളും തിരിച്ചറിവുകളും ഇവിടെ വിശകലനം ചെയ്യപ്പെട്ടു. വളരെ ശ്രദ്ധയോടെ ഇരുവാദങ്ങളും എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടാവും. ശരി തെറ്റുകൾ മനസ്സിലാക്കി വിവേകത്തോടെ ശാസ്ത്ര സത്യങ്ങളോടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നതാണ് ഓരോരുത്തരോടും പറയാനുള്ളത്.